BJPയുടെ കേന്ദ്രമന്ത്രി ഇറങ്ങിയിരിക്കുകയാണ്. ആരെ രക്ഷിക്കാനാ? CPMന്റെ MLA രക്ഷിക്കാൻ. എന്നിട്ടും സർക്കാർ എന്തുകൊണ്ട് അതിന്മേൽ നടപടികൾ സ്വീകരിക്കുന്നില്ല? നിങ്ങൾ അനുഭവിക്കാമെന്നല്ലാതെ ഞാൻ എന്താ പറയാ? അപ്പം നിങ്ങൾ ഞങ്ങളുടെയൊക്കെ മഹത്വം മനസ്സിലാക്കുക. അത്രയല്ലേ. നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വിവാദങ്ങളിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് സർക്കാരാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചിലരെ സംരക്ഷിക്കുന്നതിനായി സർക്കാർ നടത്തുന്ന ഒളിച്ചുകളിയാണ് എല്ലാവരും വഷളാവുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചതെന്നും VD സതീശൻ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറത്ത് എന്തുകൊണ്ട് സർക്കാർ അന്വേഷണം നടത്തുന്നില്ലെന്നും VD സതീശൻ ചോദിച്ചു. പുത്തനങ്ങാടി DCC സെൻട്രൽ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചത്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. 1% പലിശ നിരക്കുകളിൽ കിസാൻ ഗോൾഡ് ലോൺ. അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ. സർക്കാരാണ് ഇപ്പോൾ അതിൻ്റെ അകത്ത് പ്രതികൂട്ടി നിൽക്കുന്നത്. സർക്കാർ ഇക്കാര്യത്തിൽ വലിയ ഒളിച്ചുകളിയാണ് നടത്തുന്നത്. ആരെയോ സംരക്ഷിക്കുന്നതിന് വേണ്ടി, കുറേ ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാർ നടത്തുന്ന ഒളിച്ചുകളിയാണ് എല്ലാവരും വഷളാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവിടെ എത്തിയിരിക്കുന്നത്. സിനിമാ രംഗത്ത് നിൽക്കുന്നവരെല്ലാം കുഴപ്പക്കാരാണ്, എല്ലാം കൊള്ളരുതാത്തവരാണ് എന്നുള്ള ഒരു തോന്നൽ ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കാനുള്ള കാരണം പോലും സർക്കാരാണ്. അതിലൊരു ന്യൂനപക്ഷ ആളുകൾ മാത്രമാണ് കുറ്റവാളികളായിട്ടുള്ള ആളുകൾ. എത്രയോ നല്ല മനുഷ്യർ സിനിമയിലുണ്ട്, എത്രയോ നല്ല ആളുകൾ സിനിമയിലുണ്ട്, എത്രയോ അരനൂറ്റാണ്ടിലധികം കാലം സിനിമാ രംഗത്ത് നിന്നിട്ടും ഒരു കറ പോലും പറ്റാതെ, ഒരു പോറൽ പോലും ഏൽക്കാതെ നിൽക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. അവരും ഇപ്പോൾ കുറ്റവാളികളായി ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. കാരണം എന്താ? യഥാർത്ഥ കുറ്റവാളികൾ ആരാണ് എന്നത് സർക്കാർ മറച്ചു വയ്ക്കുന്നു. അതുകൊണ്ടാണ് ഈ നിരപരാധികളായ സത്യസന്ധരായ മനുഷ്യർ പോലും അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ടായിരിക്കുന്നത്. വകുപ്പുകളുടെ നഗ്നമായ ലംഘനം നടത്തുന്നത് അത് തന്നെ ഒരു കുറ്റകൃത്യമാണ്. എന്നിട്ടും സർക്കാർ എന്തുകൊണ്ട് അതിന്മേൽ നടപടികൾ സ്വീകരിക്കുന്നില്ല? മൂന്നാമത്തെ ചോദ്യം, വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതുകൂടാതെയുള്ള കുറേ പേജുകളും ഖണ്ഡികകളും ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ വെട്ടിമാറ്റിയത്? നിങ്ങൾ അനുഭവിക്കാമെന്നല്ലാതെ ഞാൻ എന്താ പറയാ? അപ്പം നിങ്ങൾ ഞങ്ങളുടെയൊക്കെ മഹത്വം മനസ്സിലാക്കുക. അത്രയല്ലേ. ഞങ്ങളൊക്കെ എത്ര ഡീസൻ്റാണെന്ന്, എത്ര മര്യാദക്കാരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ അത്രേ പറയുന്നുള്ളൂ. പിന്നെ ഈ BJPയുടെ കേന്ദ്രമന്ത്രി ഇറങ്ങിയിരിക്കുകയാണ്. ആരെ രക്ഷിക്കാനാ? CPMന്റെ MLA രക്ഷിക്കാൻ. എന്താ കഥ? BJPയുടെ കേന്ദ്രമന്ത്രി എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ തട്ടിമാറ്റിയത്? CPMന്റെ ഒരു MLA സംരക്ഷിക്കാൻ വേണ്ടി. എന്തൊക്കെയാ കാണുന്നത് നമ്മൾ? ഇത്രയാണ് എനിക്ക് ഒരു മറുപടി. ഒരു കാരണവശാൽ നടത്താൻ സമ്മതിക്കില്ല. ഒരു കാരണവശാൽ നടത്താൻ സമ്മതിക്കില്ല. അത് CPM അദ്ദേഹം തീരുമാനിക്കട്ടെ. അവരുചിതമായ തീരുമാനം എടുക്കട്ടെ. ഇതൊക്കെ ആളുകൾ നോക്കിക്കാണല്ലേ എന്താ നടക്കുന്നതെന്ന്. ആരെയാണ് സംരക്ഷിക്കാൻ നോക്കുന്നതെന്ന് എല്ലാവരും അറിയാണ്. ഞാനതുകൊണ്ടാണ് ഞങ്ങൾ സർക്കാരിനെതിരായിട്ട് അറ്റാക്ക് ചെയ്ത് തുടങ്ങിയ സംഭവം അല്ല ഇത്. പക്ഷെ സർക്കാരിൻ്റെ മുഖം ഓരോ ദിവസവും കൂടുമ്പോൾ വികൃതമാവുകയാണ്. ഒന്നാം പ്രതി സർക്കാരായി മാറുന്ന ദാരുണമായ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും. 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.